ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ നടന്മാരായ സുധീഷ്, ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസെടുത്തു. അതേസമയം യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തു. കോഴിക്കോട് കസബ പോലീസാണ് കേസെടുത്തത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുകയാണ്. ലതീഷ്, കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയ കേസുകളും അതിൻ്റെ വിശദാംശങ്ങളും എന്തൊക്കെയാണ്? ഇപ്പോൾ സുധീഷിൻ്റെ പേരും ഇടവേള ബാബുവിൻ്റെയും പേര് അതിനകത്ത് വാർത്തയിൽ കാണുന്നുണ്ട്. സംവിധായകൻ രഞ്ജിത്തിൻ്റെ എതിരായി കേസെടുത്ത വിവരം വരുന്നുണ്ട്. കസബ പോലീസാണ് അല്ലേ കേസെടുത്തത്? ശരത്ത്, കസബ പോലീസ് സംവിധായകൻ രഞ്ജിത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അത് ഒരു യുവാവ്, മാങ്കാവ് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് ഇതിൽ കേസ്. ഒപ്പം IT ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഐശ്വര്യ ഡോങ്റയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ കോഴിക്കോടെത്തി ഈ യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് കസബ പോലീസ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് ഈ യുവാവിന്റെ പരാതിയിലുണ്ടായിരുന്നത്. ഒപ്പം ഇദ്ദേഹത്തിന്റെ നഗ്നചിത്രം പകർത്തി മറ്റൊരു ആൾക്ക് ഫോണിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഒപ്പം തന്നെ IT ആക്ട് പ്രകാരം നഗ്നചിത്രങ്ങൾ പകർത്തിയതിനും അതേപോലെ തന്നെ അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തതിനും സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ കസബ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് ഒരു കേസ് എന്ന് പറയുന്നത് നടന്മാരായ സുധീഷ് അതേപോലെ തന്നെ ഇടവേള ബാബു എന്നിവർക്കെതിരെയുള്ള കേസാണ്. അതൊരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിലാണ് അത്തരമൊരു കേസ് വന്നിരിക്കുന്നത്. അത് നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നുള്ള കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ 354A വകുപ്പ് പ്രകാരമാണ് ഈ രണ്ടുപേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. രണ്ട് കേസായി തന്നെയാണ് രജിസ്റ്റർ ചെയ്തത്. നടക്കാവ് പോലീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മൊഴിയും ഇന്നലെ കോഴിക്കോട് എത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ ഐശ്വര്യ ഡോങ്റയുടെ നേതൃത്വത്തിലുള്ള സംഘം കോഴിക്കോട് മാലൂർക്കുന്ന് എയർ ക്യാമ്പിൽ വെച്ച് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ രണ്ട് ആളുകളുടെ പരാതിയിൽ കേസ് എടുത്തിരിക്കുന്നത്.